ഇറങ്ങിക്കോട്ടെ എനിക്ക് ക്യാരറ്റ് പുണ്ടച്ചി മോയിതായ ബഗ് അയക്കണം ഞാൻ. ഓക്കെ ചാറ്റ അറബിക്കാറ് ഇതെന്തിന് തെറ്റി പോണ്ടാ ഞാൻ പറഞ്ഞ ഇതിലെ വന്നിട്ട് നേരോ ഇവിടെ നിക്കണ്ടാ കണ്ടില്ല ഇവിടെ അന്ന് നിക്കണ്ടാ ആർബറല്ലേ അളിയാടാ ഇത്ര അളിയാ പറഞ്ഞത് പേര് ഓർത്തില്ല. അതെന്തായാലും ഭാവിയിൽ കിട്ടും. കാരണം വെച്ചാലേ ഭാവിയിൽ എന്റെ പഴയ ലൈവൊക്കെ എടുത്ത് ഭാവിയില് വ്യൂസും സബ്ബൊക്കെ കൂടുമ്പോ എന്റെ പഴയ ലൈവ് എടുത്ത് നോക്കും. അപ്പൊ ഈ നിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓൾറെഡി FF-ൻ്റെത് കിടപ്പുണ്ട്, മനസ്സിലായി? FF-ൻ്റെത് കിടപ്പുണ്ട് ഓൾറെഡി. അതിപ്പോ അന്ന് അത് ഏത് ലൈവാണെന്ന് പോലും എനിക്കിപ്പോ ഓർമ്മയില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിനക്ക് ഭാവി ലീക്ക് കിട്ടും. ഭാവി നീ ലീക്കാവും, അത് ഉറപ്പാണ്. കളിച്ചോണ്ടിരുന്നപ്പം നീയാണ് പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല. എടാ അന്ന് നീയല്ല, എടാ അന്ന് എന്തായാലും തുടങ്ങിയ നീയാണ്. കാരണം വെച്ചാൽ അന്ന് നീ പറഞ്ഞപ്പം അത് കേട്ട് സംഭവം കിട്ടിയിട്ടുണ്ട്. എടാ ഇപ്പോഴേ നിനക്ക് ലീക്കാവുന്ന ഞാൻ പറഞ്ഞു തരട്ടാ. നിനക്കിപ്പോൾ ലീക്കാവത്തെന്ന് വെച്ചാൽ എനിക്ക് വ്യൂസ് കുറവാണ്. ഭാവിയിൽ എൻ്റെ ഈ പഴയ ലൈവൊക്കെ എനിക്ക് വ്യൂസ് സബ്ബും കയറപ്പോൾ ആൾക്കാരെടുത്ത് നോക്കോടാളിയാ. അപ്പോഴേ നിന്നെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഭാവി നീ എന്തായാലും ലീക്കാവും, അത് ഉറപ്പാണ്. വ്യൂസ് കുറവാണെങ്കിൽ ഭാവിയിൽ എൻ്റെ പഴയ ലൈവൊക്കെ അവന്മാരെടുത്ത് കാണൂടാ. വ്യൂസ് സബ്ബൊക്കെ കയറുമ്പോൾ അങ്ങനെയല്ലേ ഇടാളിയാ. തൊപ്പിയിലൊക്കെ അങ്ങനെയല്ലേ, തൊപ്പി ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയുണ്ട്. പഴയ ലൈവ് എടുത്ത് എല്ലാവരും കാണൂലേ? പഴയ ലൈവ് എടുത്താ അത് പഴയ തൊപ്പിയിലെ പഴയ ലൈവ് എടുത്താൽ റീൽ ഇടും. അത് തന്നെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നിന്റെ അക്കൗണ്ട് നിന്നെ കണ്ടുപിടിക്കാൻ വല്ല പാടാവുണ്ടാ. സീനില്ല അളിയ, എന്തായാലും സീനില്ല. നീ എന്തായാലും സെലിബ്രിറ്റി ആവും, അപ്പൊ ഇത്രേ ഉള്ളൂ. അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയാ മതി, അപ്പൊ സീന് കാണൂല. അതൊന്നും കുഴപ്പമില്ല അളിയ. മുഖം കണ്ടാ എന്ത് നീ സെലിബ്രിറ്റി ആവളിയ. പറ്റില്ല കിംബോയിനെ പോലെ അല്ല, കിംബോ അല്ല, അങ്ങനെയല്ല, സെലിബ്രിറ്റി ബാക്കിയുള്ളവരൊക്കെ പോലെ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. നിന്നെ ലൈവിലൊക്കെയാണ് വിളിച്ചിരുത്താലോ. നിന്നെ അറബീനെ പിന്നെ ലൈവിലൊക്കെ കൊണ്ടുവരാല്ലോ. അപ്പൊ ലൈവില് എന്തായാലും ആൾക്കാരെ കണ്ടുപിടിച്ച പിന്നെ സീനില്ലല്ലേ. ഞാൻ എന്തായാലും ചെയ്യും. ഇപ്പഴല്ല, ഞാൻ PC എടുത്ത ഉടനെ ചെയ്യും. ഞാൻ ചെയ്യൂടെ അളിയാ, അങ്ങനെ ചെയ്യാതിരുന്നിട്ടും കാര്യമില്ലേ. ഞാൻ ഹാർബർ എത്തിയിട്ട് 1.5 മണിക്കൂറായി അളിയാ. 1.5 മണിക്കൂർ അറബി നീ തീയാന്ന് ഇറങ്ങിക്കോട്ടെ എനിക്ക് ക്യാരറ്റ് പുണ്ടച്ചി മോയിതായ ബഗ് അയക്കണം ഞാൻ. ഓക്കെ ചാറ്റ അറബിക്കാറ് ഇതെന്തിന് നടുക്ക് ഓക്കെ നോക്കട്ടെ, വേക്ക് നോക്കട്ടെ. ഇത് ഏത് കാരണം അവിടെ തീങ്ങോട്ട് KL 41 M 56 62. ഓ ഈ സാധനം വെച്ചല്ലേ ഇത് ഡബിൾ. ഇത് ഇത് എൻ്റെ ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. ഉണ്ട്. എടാ ഇതാവും മറ്റേ കോയിൻ കൊടുത്ത് വാങ്ങിച്ചേ. ഈ സംഭവം പറ്റിക്കണ്ട സൈഡിലൊക്കെ. ഓ കോയിൻ എക്സോസ്റ്റ് വാങ്ങിക്കണല്ലോ. എക്സോസ്റ്റിന്റെ ഈ വലിപ്പ വ്യത്യാസം വരുന്നത് വെച്ചാൽ നമ്മൾ ഈ എൻജിൻ പണിയാൻ പോണ സെക്ഷൻ ഉണ്ടല്ലേ, അവിടെ എക്സോസ്റ്റിനും പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ വാങ്ങിക്കണം. അപ്പൊ അതനുസരിച്ച് ഇത് മാറണേണ്. അങ്ങനെയാണ്. നന്നായിട്ട് പൊട്ടും. പക്ഷെ അത് വാങ്ങിക്കണം. കറക്റ്റ് നോക്കി വാങ്ങിച്ചാൽ നല്ല രീതി. പക്ഷെ ഭയങ്കര പൈസയാണ് അത്. സാധനം നിനക്ക് അടുത്ത് ഏത് വണ്ടി? നിന്റെ വണ്ടി നൈസാണ്, ക്യാപ്റ്റന്റെ വണ്ടി നൈസാണ് കളിയ. പച്ച വണ്ടി അതെടാ അത് നീ എന്തിനു മാറ്റി? അത് നൈസായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എടാ അതെന്താണ് ഇവ മാറ്റി എന്താണെന്ന് എനിക്ക് ക്യാപ്റ്റൻ ഇന്നലെ വന്ന ആ വണ്ടീനെ കണ്ണാപ്പി വണ്ടി എന്ന് വിളിച്ചത്, അതുകൊണ്ടാണ് മാറ്റിയത്. അത് കുഴപ്പമില്ലായിരുന്നു, മാറ്റി കളഞ്ഞു.
ഇങ്ങനെ കുറെ പ്രിന്റ് അടിച്ച് വെച്ച ഇതാണ്. അളിയ പക്ഷെ വൈറ്റ് കൊള്ളാം കേട്ടാ അളിയ. മറ്റേ അറബിയും വൈറ്റ് അല്ലേ, അറബിയും വൈറ്റ്, നീയും ഈ വണ്ടിയും വൈറ്റ്. ആ കൊള്ളാം കേട്ടാ. ഗ്ലാസ് നോക്കിയാണ്, ഗ്ലാസ് കറുപ്പ് ഫുള്ള് ബ്ലാക്ക് ആക്കി. എടാ നിനക്കപ്പൊ കാണാൻ പറ്റും വണ്ടിയുടെ അകത്ത് കയറിയിരുന്ന ബ്ലാക്ക് ആക്കിയ അറബി. നീ എന്താളിയ അറബിയുടെ ബണ്ടിൽ ഇട്ടോണ്ട് വരാത്ത? വണ്ടി രണ്ടില്ല, തല തൊപ്പി മാത്രമുള്ള അറബിയില്. നീ പൈസ മേടിച്ചു വെച്ചാൽ ഇടണേ അളി. 1000 കോയിനേ ഉള്ളു, നീ എടുക്കണേ. എടാ ക്യാപ്റ്റൻ കുണ്ണ പറയണ ഡ്രിഫ്റ്റ് കൊള്ളത്തിലടാ അളി. അതെന്ന് വെച്ചാൽ അത് ഇവിടെ ചെയ്യാൻ പാടാണ്. ഇതാണ് അത്യാവശ്യം ഓക്കെ, അത് പാടാണ് ഇവിടെ ചെയ്യാൻ. നമുക്കത് കേറാൻ പറ്റൂല ഇതില്. ആ കേറിയില്ലേ? ആ കേറി ഓക്കെ അളിയ. ഡ്രിഫ്റ്റ് ചെയ്യണേ നോക്കിക്കൊണ്ടിരിക്കും. കള്ളത്തരം കാണിക്കലേ എനിക്ക് അറിയാൻ പറ്റും. കല്ല് താളിയോടെ ഇരിപ്പോട്ടെ, കല്ല് താളി നോക്കുന്നത് കണ്ടെയ്നറെ കൊണ്ട് ഇടിച്ചടാ അവൻ. ഒന്നൂടെ അളിയാടാ നിന്റെ അക്കൗണ്ട് ലീക്ക് ആയതുകൊണ്ടല്ലേ അത് ഞാൻ കണ്ടന്റ് ആയിട്ട് എടുത്തിട്ടാ, വീഡിയോ ആയിട്ട്. അതല്ല ആ ഇൻസ്റ്റ ID പറയണ പേര് ഞാൻ ആ സ്ഥലം ഫുള്ളായിട്ട് മ്യൂട്ട് ആക്കിയിട്ടേ ബാക്കി നമ്മൾ സംസാരിക്കുന്ന എടുത്തിടാല്ലേ. അതാണ് ഞാൻ ചോദിച്ചത്. അത് മ്യൂട്ട് ആക്കുന്ന ഓപ്ഷൻ ഇല്ല എഡിറ്റിൽ. എത്ര ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്ഥലം മാത്രം മ്യൂട്ട് ആക്കി വയ്ക്കും, എന്നിട്ട് ബാക്കി അങ്ങ് ഇടും. അല്ലെ ആ സ്ഥലം കട്ട് ചെയ്ത് കളയും. അപ്പൊ ബാക്കി എന്റെ കണ്ടന്റ് ആയിട്ട് ഇടാല്ലേ. അങ്ങനെ എന്തിനു പറയണല്ലേ, അങ്ങനെ ഞാൻ ഇടൂല. എടാ അവ സ്പീഡ് കുറച്ച് കൊണ്ട് വന്നിട്ട് കുഴി കളഞ്ഞു എന്തോന്നളിയ. എടാ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിനക്ക് അറിയാല്ല. സ്പീഡ് കുറയ്ക്കാൻ പാടില്ല, നിനക്ക് അറിയാല്ല. സ്പീഡ് കുറയ്ക്കാൻ പാടില്ല. ഓക്കെ നോക്കടാ. അന്ന് നമ്മൾ ചെയ്തപ്പോൾ W ആയിരുന്നു. അന്നിന്റെ വേറെ കാറായിരുന്നു, മറ്റേ മഞ്ഞക്കാർ. നിനക്ക് അറിയാല്ല, 500 കോയിന്റെ അതാണ്. അതിനുശേഷം ഞാൻ ശേഖരിക്കാൻ തുടങ്ങിയാണ്. എന്നിട്ടാണ് ഇപ്പൊ എന്റെ പയ്യൻ അവിടെ ഇരിപ്പുണ്ട്. എന്റെ കാറിന്റെ കളർ എങ്ങനെ ഉണ്ട്? നീ കണ്ടല്ലോ എങ്ങനെയുണ്ട്? വളച്ചില്ല. അടാ അത് സെറ്റാക്കളി. കാരണം വെച്ചാൽ പൈസ എന്തായാലും ഉണ്ട്, സെറ്റാക്കാം. ക്യാപ്റ്റൻ ഇന്നലെ വിളിച്ച് പറഞ്ഞു അളിയാ ഞാൻ ഒരു എഞ്ചിനൊക്കെ വെച്ച് കുറച്ച് സെറ്റാക്കി എന്നാണ് പറഞ്ഞത്. എന്തായെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. വരട്ട് ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പം രാത്രിയാണെന്നോ വൈകുന്നേരത്തിന് ശേഷമാണ്. അപ്പം അവൻ പറഞ്ഞു എഞ്ചിന്റെ കാര്യം സെറ്റാക്കി അതുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. എടാ അവൻ സംഭവം എന്തായിരുന്നു വെച്ചാൽ രാത്രി വൈകി ഉറങ്ങും. എന്ന് വെച്ചാൽ രാത്രി 2 വിട്ടിട്ട് കിടന്ന് ഉറങ്ങും. അപ്പം രാവിലെ എണീക്കാൻ പറ്റൂല, ക്ഷീണമാണ്. അതാണ് സംഭവം അളിയ. അറബി നീ സ്പീഡ് ഓൾറെഡി സ്പീഡ് എടുക്കല്ലേ. നോക്കട്ടെ ഇത് നോക്കട്ടെ. ഇന്റീരിയർ കാണത്തില്ല. സ്പീഡ് ഞാൻ നോക്കിയോ അറബി. തരം കാണിക്കല്ലേ അളിയ. എടാ നിനക്ക് എന്റെ ചെയ്യാൻ പറ്റൂ. നിനക്ക് എന്റെ വണ്ടി ചെയ്യാൻ പറ്റൂ. ഗ്രാഫിക്സ് പുണ്ടച്ചിമോ മാറി. നേരത്തെ ഒടുക്കത്തിലാകായിരുന്നു അളിയ. വണ്ടി ചാണങ്ങി. അവന്റെ വണ്ടി കാണുമ്പോ വൈലറ്റ് അടിച്ചപ്പോ നൈസർ ആളിയാ. ഈ വണ്ടി ഏത് കളറിന് ചേരടാ അളിയ. അതാണ് ഇത് മോഡിഫൈ ഇവിടെ ചെയ്യുമ്പോഴേ. അതാണ് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ള. ഇതിന് ഓൾറെഡി മോഡിഫൈഡ് ഉണ്ട്. സത്യം. ഓൾറെഡി പറ്റില്ല. ബേക്ക് വെക്കണ സാധനം ഓൾറെഡി ഇനി ഫിറ്റ് ആണ്. ഉണ്ട്. ഇത് ബുഗാട്ടിയാണ്. ബുഗാട്ടി മറ്റേ മക്ലാരൻ ആണല്ലേ ക്യാപ്റ്റൻ കൊണ്ടാ പറഞ്ഞത്. ബുഗാട്ടിയാണ്. ക്യാപ്റ്റൻ ഞാൻ ആദ്യം സ്പീഡ് ഇതെന്തോന്ന് ഇത് എത്ര ആദ്യം സ്പീഡ് 5-ലിട്ടെ 5-ലും 10-ലും ഇട്ടിട്ട് വളച്ചേ. കൊള്ളാം. ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കും. എന്ത് എൽത്തരം ചാറ്റ് എൽത്തരം. ഈ സർ മര്യാദയ്ക്ക് വളയ്ക്കും. ക്യാപ്റ്റൻ പറഞ്ഞ ക്യാപ്റ്റൻ പറഞ്ഞ മെക്ലാരൻ 720 എന്നാണ് അവൻ പറഞ്ഞത്.
നീ പറഞ്ഞ ഇത് ബുഗാട്ടി അല്ലേ? എടാ എനിക്ക് വണ്ടിയുടെ നോളജ് കുറവാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച ലാംബോ ആണെന്നാണ്. എനിക്ക് അതിന്റെ വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഇവന്മാരാണ് വണ്ടിയുടെ ആൾക്കാർ. വളയ്ക്കാൻ പറയുമ്പോൾ അറബി കണ്ടെയ്നർ കൊണ്ടിരിക്കണ്ടോ ചാറ്റ്. അറബി കണ്ടെയ്നർ എടാ അന്ന് എത്ര കഷ്ടപ്പെട്ട് ഞാൻ അടിച്ചാണ്. ഓ അതെന്ത് ഓർമ്മയായിരുന്നെന്നാണ്. അത് ഫുൾ വീഡിയോ എടുത്തിട്ട് ഞാൻ ഫുൾ വീഡിയോ. ഓക്കെ ഓക്കെ എടാ ക്യാപ്റ്റൻ വളയ്ക്കാൻ പാടാണ്ട്രാ. അവന്റെ വണ്ടി പറ്റുമായിരിക്കും, പക്ഷെ എന്റെ വണ്ടി ചെയ്യാൻ വെച്ചാൽ എന്റെ വണ്ടി പിടിച്ചാൽ നിൽക്കൂല. പാടാണ്. അത് നിന്റെ ഈ കാറില്ലാത്തോണ്ടാണ് കാണിക്കൂല. അറബി ഇതാണ് ചാറ്റ റിയൽ ഡ്രിഫ്റ്റ് കേട്ടാ. ഡ്രിഫ്റ്റ് അടിക്കാൻ പറഞ്ഞപ്പോ നേരെ കൊണ്ട് വെള്ളത്തി എന്തോ നാളിയാ. എടാ ഇത് നീ ഡ്രിഫ്റ്റ് അടിച്ച നിനക്ക് 10,000+ ഓറ ചാറ്റ് സീരിയസ്ലി. ഇത് ഇവൻ ഡ്രിഫ്റ്റ് അടിച്ചവന് 10,000+ ഓറയാണ് അറബിക്ക് സീരിയസ്ലി. കാരണം വെച്ചാൽ ഈ വണ്ടി അടിച്ച സീരിയസ്ലി 10,000 ഓറ. ഒറ്റ മൈൻഡ് വെള്ളത്തിൽ കൊണ്ടെറിയണ്ടാ ചേട്ടൻ നോക്കാം. അങ്ങോട്ട് പോണ കാറേ ചേട്ടൻ എങ്ങോട്ട് കൊണ്ട് കയറ്റും നോക്കാം ചാറ്റെ. അറബി കൊണ്ട് പറ്റൂല, അത്രേ ഉള്ളൂ. നോക്കാം. എടാ എനിക്കിത് ക്യാപ്റ്റനെ കൊണ്ട് ചെയ്യിപ്പിക്കണം ചാറ്റെ. ക്യാപ്റ്റനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അവൻ ഇവിടെ എന്തൊരു ചെയ്യുമെന്ന് എനിക്ക് കാണണം. ഇവിടെ അവനെ കൊണ്ട് പറ്റൂല. ഇവിടെ അവനെ കൊണ്ട് പറ്റൂല എനിക്ക് അറിയണം. വളച്ചെടുക്കണം. ഞാൻ സ്പീഡൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ബ്രേക്ക് പിടിച്ചും വളച്ചാൽ മതി. ഗിയർ ഒറിജിനൽ ഗിയർ ആണെങ്കിൽ ഓത്തേനെ ടർബോയിൽ ഞാൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഓൾറെഡി അവന്മാരവിടെ സെറ്റായിട്ട് തന്നു. ഈ കാർ വാങ്ങിച്ചപ്പോൾ തന്നെ ഓൾറെഡി എല്ലാ അവന്മാർ തന്നെ അങ്ങ് തന്നു ഒരുവിധം. എനിക്ക് വലിയ പണി വേണ്ടി വന്നില്ല. എടാ അവന്മാരെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇതിൽ നീ കണ്ടല്ലേ എന്റെ ബേക്കിൽ മറ്റേ 3 ഇരിക്കണം. ഇങ്ങനെ 3 ഇരിക്കണ സാധനമാണ്. തീ പൊട്ടണം. ആ ചാറ്റേ കണ്ടല്ല എന്ന് പറയാം. എടാ ഇത് എന്തിന് കാറ് അളിയാ? നീ ഒരു തവണ നീ ആ കളിയാ? എടാ ഞാൻ അന്ന് 3 തവണ ചെയ്തല്ലേ. നീ അന്ന് ഒരു തവണ പോലും ചെയ്തില്ലടാ അളിയാ. നീ ജസ്റ്റിന് പോയതളിയാ. ഞാൻ പോയി ജസ്റ്റിന് പോയി. ഓക്കെ ഞാൻ നിന്റെ കാർ ഞാൻ ചെയ്യാം. എന്റെ കാർ ഓടി. ആ ഓക്കെ വാ കാർ കയറും. സ്പീഡും എല്ലാം നോക്കിക്കോണേ. ചേട്ടാ എവന്റെ കാർ ഇപ്പോഴാണ് ഞാൻ ഓടിക്കണം കേട്ടോ. ഇപ്പോഴാണ് ഇവ ഈ മോഡിഫൈ ചെയ്തിട്ടുണ്ടോ ഇപ്പോഴാണ് ഞാൻ ഓടിക്കണം. എഞ്ചിൻ മാറ്റിയാ നീ? മാറ്റി. ആ നീ പറ്റും വെയിറ്റ് ആക്കി. എടാ ഇത് പിന്നെ എളുപ്പം കേട്ടോ. മറ്റേത് നോക്കാം. ഞാൻ ചെയ്യും. നീ മറ്റേ കാറിലെ ഡ്രിഫ്റ്റ് ചെയ്തോ മറ്റേ കറുപ്പ് മഞ്ഞ 500 പോയിന്റ് അല്ലേ മഞ്ഞ. അതിലാണ് ഇത്. ജസ്റ്റിന് പോയെന്നോട് പിടക്കാരി നോക്കാം. ചെയ്യൂടാ മിക്കാണ് ചെയ്യട്ടോ. അപ്പൊ ചെയ്യും ചെയ്യൂന്ന് പറഞ്ഞ ഇത് ചെയ്ത അവൻ ചെയ്തില്ലേ? എടാ ഞാൻ ഇത് ചെയ്തിട്ട് അവൻ ചെയ്തില്ലെങ്കിൽ ചാറ്റ് അവന് 10,000 മൈനസ് ഓറയാണ് ചാറ്റ്. സീരിയസ്ലി പോയി ഒരു 10 തവണ പോയില്ലേ അറബി? എനിക്ക് വെയിറ്റ് ആക്കും. കണ്ടത് ഇടിച്ചോ കറക്കില്ല. ഇനി സ്പീഡ് ഓൾറെഡി കുറവ്. ഓൾറെഡി 100, 150, 200 അടുപ്പിച്ചേ കയറണോള്. നോക്കട്ട് ഇത് എഞ്ചിൻ മാറ്റിയിട്ടാണ് അതായിരിക്കും. എന്തോടാ നോക്കാം. അതിനകത്ത് പറ്റി ഇത് കൂട്ടിട്ട് എക്സോസ്റ്റ് കയറുന്നുണ്ട്. അതാണ്
ഇത് കൂട്ടോ ഇത് കൂട്ടോ അത് വെളിയിൽ പോയില്ല അവിടെ വെളിയിൽ പോയി അവിടെ തട്ടി നിന്ന് കറക്കിയെടുത്തില്ല ഒന്നുകൂടെ പോളിയാ കറക്കിയെടുത്തില്ല. അത് ഹാഫ് ചെയ്തേ, ഒരു ഹാഫ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാഫ് കറക്കിയെടുക്കണം. സ്പീഡ് കുറയ്ക്കണ എനിക്ക് കാണത്തില്ലടാ, അതാണ് സീൻ. ഇപ്പൊ എന്തിനാ പറയണ, വണ്ടിയുടെ സ്പീഡ് പറഞ്ഞാൽ എനിക്കറിയാൻ നിനക്ക് അറിഞ്ഞുകൂടുന്നു. എന്തായാലും അറബി പറയണ, നീ ഓടിക്കുമ്പോഴും ഞാൻ അങ്ങനെ നോക്കണേ. ഞാൻ അടാ ഇത് പിന്നെ എളുപ്പമുണ്ടാ, മറ്റേനൊക്കെ 200 സ്പീഡിൽ 300 കാരണം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് വണ്ടി ഓടിച്ച് എനിക്ക് പരിചയമില്ല, മനസ്സിലായി. കൺട്രോൾ പെട്ടെന്ന് ഇതാവും നമുക്ക്. എടാ എന്ത് എവിടെയൊക്കെ പോണിത്. ക്യാപ്റ്റൻ മൈര എന്താ വരാത്ത, അവന്റെ എഞ്ചിനൊക്കെ പണിഞ്ഞെന്നല്ലേ പറഞ്ഞു. അവൻ വേറെ വല്ല കുന്നൊക്കെ അവൻ എപ്പോഴാണ് കിടക്കുന്നത്? 2 മണിക്കാണ് കിടക്കണം അവൻ രാത്രി. 2 മണിക്ക് അവൻ രാവിലെ ആണ്ടാണ് കിടക്കണം അളിയ. ഓ രാവിലെ ഏകദേശം വന്നേണ്ട, ഏകദേശം ക്യാപ്റ്റൻ വരൂല അളിയ, ക്യാപ്റ്റൻ വരൂല. വരാന്നൊക്കെ പറയും, ചുമ്മാ പറഞ്ഞ വരൂല. ചുമ്മാ എടാ ഇത് എടാ ചാറ്റ് ഇത് കറക്കിയല്ലേ, ഇത് കറക്കിയാടുത്താ അവിടെ നിന്ന് വേണ്ട. നീ കണ്ടെയ്നർ തൊട്ടാ എവിടെ സ്റ്റോപ്പാ എനിക്ക് കണ്ട. ഈ വളവ് കണ്ട നീ, ഇത് കണ്ട ഈ വളച്ചെടുത്ത നീ കണ്ട, നീ കണ്ട ഈ വളവ് കണ്ട, ഈ വളവ് ചുമ്മാ ഏണ പറഞ്ഞ ചെയ്റ്റല്ലേ പറഞ്ഞ. ഇത് കണ്ട ഇത് കണ്ട ഡ്രിഫ്റ്റ് അടിച്ചാൽ ഇതാണ് ഇത്. പിന്നെ അവിടെ നിന്ന് വളച്ചുകൊണ്ട് താണ്ട് ഇവിടെ നിർത്തി ഞാൻ, ഇവിടെയാണ് നിർത്തിയ. പിന്നെ എവിടെ നിർത്തണം? ഇവിടെ വീണില്ലല്ല. ഇത് കൂട്ടും ഇനി. എടാ ചാറ്റെ, ഇനി ഒരാൾ ചെയ്തില്ലെങ്കിൽ എത്ര ഓവർ മൈനസ് ആണെന്ന് അറിയാല്ല. ഇത്ര ചെയ്താൽ മതി. ഇതിന്റെ ആവശ്യമുള്ളൂ. ഞാൻ കേറി നീ ചെയ്. ഇനി കാണാൻ ചാറ്റേ കളി. വാ നീ ഇത്ര ചെയ്താ മതി. നോക്കട്ടെ ഞാൻ എത്ര തവണ ട്രൈ ചെയ്ത്, ഒരു 10 തവണ ചെയ്ത് കാണും. നോക്കട്ടെ ചെയ്താ ഓറ, ചെയ്തില്ലെങ്കിൽ മൈനസ് ഓറ. ഇത്രേ പറഞ്ഞോളൂ. ഞാൻ സ്പീഡിൻ്റെ ആരൊക്കെ എന്തിനാണ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ ചാറ്റേ, അതുപോലെ ചെയ്താൽ മതി. അതുപോലെ ആണെങ്കിൽ സൈനില്ല, അതിന് കുറവാണെങ്കിൽ സ്പീഡ് കുറച്ചാൽ ഇതാണ് ചാറ്റേ നേരത്തെ എനിക്ക് സംഭവിച്ചത്. ചെയ് ഒക്കെ നോട്ട്. ക്യാപ്റ്റൻ കുന്നേനെ കാണാനില്ലല്ലേ. അവൻ ചെയ്യുമോ? അവൻ ചെയ്താ എന്നോ എനിക്കറിഞ്ഞൂടോ. ചെയ്യുമോ അത് അവനെ കൊണ്ടൊക്കെ പറ്റുമോ? അല്ല പോയി ഇവന്റെ കാർ ചെയ്യാൻ സത്യം പറഞ്ഞാൽ എളുപ്പമുണ്ടാണ്. സ്പീഡ് ഓൾറെഡി ഇനി കുറവാണ്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വളച്ചെടുക്കാൻ എളുപ്പമാണ്. സ്പീഡ് കൂടുന്ന കാറാണ് പാട്. ഇവൻ്റെ ഒരു 100-150 കയറുമ്പോഴത്തേക്ക് അങ്ങ് എത്തും. അപ്പോഴത്തേക്ക് പിന്നെ വളച്ചെടുക്കാൻ വലിയ സീനൊന്നുമില്ല. മറ്റേക്കണേ പിടിക്കുമ്പോൾ തന്നെ 300-200 ഇടാൻ വരണം. അപ്പോൾ പാടാണ്. സ്പീഡ് പിന്നെ കുറയ്ക്കണം. അതാണ് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സ്പീഡാകുമ്പോൾ. ഇതങ്ങനെയല്ല, ഇത് എളുപ്പം. ഏതാ ഇൻസ്റ്റ പോസ്റ്റ് ലൈക്ക് ചെയ്തില്ല? ഏതൊക്കെ ഉണ്ട്? അറബി അത് ഞാൻ ഇന്നലെ കമന്റ് ഇട്ടല്ലേ, നീ കണ്ടില്ലേ? ഇന്നലെ 3 പോസ്റ്റ് ഇട്ടാ നോക്കിയില്ലേ? അയച്ചായിരുന്നു നിനക്ക്? 3 ഇട്ടായിരുന്നു. ഞാൻ കണ്ടിട്ടാ. ഞാൻ നോക്കാം. ഞാൻ ഒരെണ്ണം കണ്ട് അപ്പം തന്നെ കമന്റ് ഇട്ടായിരുന്നു. ഞാൻ ചെയ്യാം. ഇന്നലെ ഇട്ട്. ഇതെന്തിനാ കംപ്ലീറ്റ് ആയില്ല? എന്തിനാ അച്ചീവ്മെന്റ് കംപ്ലീറ്റ് ആയി? അച്ചീവ്മെന്റ് ഇല്ല, ഡെയിലി ടാസ്ക് ഡ്രിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ? എന്തേടാ അളിയാ നീ നോക്കിയോളിയാ. അറബി ഇതിലെ സിനിമയ്ക്ക് പോണ പോലെയാണ്. ക്യാപ്റ്റൻ കൂടെ വരൂല. സിനിമയ്ക്ക് പോകുമ്പോ ക്യാപ്റ്റൻ 9 മണിക്ക് 15 മണിക്കല്ലേ 12 മണിക്കല്ലേ വരണേ.
എന്തൊരു നീ വളച്ചില്ല. അതല്ല ക്യാപ്റ്റന്റെ കാര്യം കണ്ടല്ലേ. അതെനിക്ക് അറിഞ്ഞുകൂടെ. അവൻ മടിയനും വരാത്തവനുമാണ്, സമയം ഇതില്ലാത്തവനാണ്, സമയത്തെത്താത്ത കുന്ന. അല്ല അത് നിനക്ക് നല്ലപോലെ കിട്ടിയല്ലോ. അത് എനിക്കത് ഓരോ ചെറിയ സംശയം ഉണ്ടായിരുന്നു. നിനക്ക് കിട്ടിയല്ലോ അത്. ഫോക്സ് പോയി. ക്യാപ്റ്റനെ കൊണ്ട് വരാന്ന് ഒരാൾ പറഞ്ഞായിരുന്നു. ഞാൻ നോക്കിയപ്പോ ആരെയും കണ്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ട് ആരെയും കണ്ടില്ല. ഉച്ചയ്ക്ക് വേണ്ടി എന്തൊരു ഞാൻ എത്ര തവണ വിളിച്ച് എന്നിട്ട് ആരെയും കണ്ടില്ല. ആരെയും പറയട്ടെ ചേച്ചി. ആ ഇതാണ് കണ്ടെയ്നർ ഇടിക്കണം. നേരത്തെ പറഞ്ഞില്ല. നേരത്തെ കണ്ടെയ്നർ ഇടിച്ചില്ല. ഇടിച്ചതേപോലെ നിൽക്കും. BGMI നിന്റെ അപ്ഡേറ്റ് ചെയ്താ? അപ്ഡേറ്റ് ചെയ്താ നീ? പോയേ BGMIക്ക് ഒരു ഇതില്ലടാ ആളിയാ, മറ്റേ മൈര ഇല്ലാത്തോണ്ട്. ഇതുപോലെ ആവൂ. ഇപ്പൊ വരാത്ത പോലെ അപ്പോഴും വന്നില്ലെങ്കിൽ അറിയാൻ വയ്യ. ഉച്ചക്ക് വരാന്നല്ലേ പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞ് വരാന്ന് ഒരാൾ പറഞ്ഞു. 10:30 ആരാ വരാന്ന് പറഞ്ഞായിരുന്നല്ലേ. ഇപ്പൊ 10:50 ഇപ്പൊ അവനെ 10:30 10 മണിക്ക് സിനിമ വിളിച്ചിട്ടോ. അവൻ പറഞ്ഞ് 10:30 വരാം. ഇപ്പൊ 10:50. അവൻ വരൂല. അതാണ് അവൻ വരൂല. പോ ഇതുവരെ വളച്ചില്ലേ? ഇതുവരെ എടുത്തില്ലേ? പതിയെ ബ്രേക്ക് പിടിച്ച് ഇടിക്കാൻ വേണ്ടി. എടാ എന്റെ അടുത്ത് ചോദിച്ചാ നീയല്ലേ ഓട്ടിക്കണ. അത് നിന്നക്കല്ലേ അറിയാ പറയാ. അവിടെ അറബിക്ക് ചെയ്യാൻ പറ്റും. അറബിന്റെ കാർ എങ്ങനെ ഓടിച്ചാൽ അത് നിങ്ങൾ പറഞ്ഞില്ലേ? മോഡിഫൈഡ് ചെയ്ത കാർ എങ്ങനെ ഉണ്ട്? LR ചാറ്റ്. ഇത് അത്യാവശ്യം കൊള്ളാം. വലിയ പരിപാടി. കറക്കി എങ്ങാട്ടെടുത്ത് വേണം. കണ്ടിട്ട് അടിച്ചൊക്കെ കണ്ട്. അതല്ലേ ഇവിടെ എന്തിരിക്കേ? ഇവിടെ തൊട്ടല്ലേ. ഇതൊന്നും അല്ല സ്ഥലം. ഞാൻ ഇതെല്ലാം സംസാരിക്കണമെങ്കിൽ ഇതെല്ലാം നോക്കും. മോഡിഫൈ ചെയ്ത് പക്ഷെ കളർ മാറ്റിയേ ഉള്ളൂ. വലിയ രീതിയിലെടുത്ത് പണിഞ്ഞില്ല. ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. എല്ലല്ല W കൊള്ളാം. എല്ലിന്റെ W തൊപ്പില്ല. ഞാൻ ഇന്നലെ കണ്ടില്ല. ഇടാൻ വൈകിയല്ല. 11 മണിക്ക് കഴിഞ്ഞിട്ടല്ലേ ഇട്ടാ. 10:30 ഇട്ടാ പോടാളെ. 10:30 അല്ല, 11 മണി കഴിഞ്ഞിട്ടല്ലേ ഇട്ടാ. 10:30 അയച്ചിട്ട് എന്തോടാ ഞാൻ 10:30 എന്തോ അറിഞ്ഞോളാം. എന്തോ പാട്ട് പാടുന്നത് ലൈവ്. ആര്? MRC മമ്മു. അതാ. ഓക്കെ അവന്റെ ലൈവ് ഇപ്പൊ സീനാ ചേട്ടാ. പണ്ടത്തെ പോലെ അല്ലേ? അങ്ങനെ അതിപ്പം കൊള്ളാം. ഇപ്പൊ സായിപ്പിന്റെ ലൈവ് ഞാൻ കണ്ടില്ല. സായിപ്പ് ലൈവ് ഇട്ടാ? സായിപ്പ് എല്ലാം ലൈവ് ഇടുമല്ലോ. എന്തോ ഒരു പ്ലസ് അല്ലേ? ഒരു ഗുണ്ടയും പ്ലസ് അല്ലേ? അവിടെ നോക്കിക്കൊണ്ടിരിക്കണം. നീ വണ്ടി ഓൾറെഡി സ്പീഡ് കുറച്ചിട്ട് വളയ്ക്കാൻ നോക്കിയിട്ട് പോലും പറ്റണില്ല. അപ്പോഴാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കും. തന്നെ അവൻ തൊപ്പി ഇതാക്കാൻ നോക്കുന്നത്. ഇടിച്ചടാ കണ്ടെയ്നർ. കുണ്ണേ എവിടെ? ക്യാപ്റ്റനെ വിളിച്ചത് നിന്നെയല്ല. ക്യാപ്റ്റൻ FFന്റെ ലൈവ് തളിയിടാത്തത്. അവന് പറ്റില്ല. വണ്ടിയിൽ കൊടുത്തില്ല. അവന്റെ മദാരയുടെ വണ്ടിയിൽ കൊടുത്തില്ല. ഒരു ഗിരീനെ മദാര ഞാൻ സ്പിൻ ചെയ്തില്ലടാ. അറബിക്ക് 2 തവണ കൊടുത്തോലെയാണ് പറയുന്നത്. അറബിക്ക് സ്പിൻ ചെയ്തിട്ട് ഒരു ഗുണ്ണയും കൊടുത്തില്ല.
ഫ്രീ സ്പിൻ ചെയ്തിട്ട് കൊടുത്തിട്ടാ. നിനക്ക് കിട്ടിയ റവി? എനിക്ക് പൗച്ചർ കിട്ടിയില്ല. അവ ഇവന്റ് പോലും കളിക്കൂല, എന്നിട്ടാണ് ഇവന്റ് കളിച്ച് സ്പിൻ ചെയ്യണവരെ പറഞ്ഞത്. എന്തോന്ന് റവി നീ ആദ്യം കൊടുത്തില്ലടാ. നിനക്ക് ഇറ്റാച്ച് ഒരു സ്പിൻ ബണ്ടിൽ കൊള്ള കേട്ടോ. റാങ്കിൽ വന്നെയാണ്. നീ ആ ബണ്ടിലെടുത്താ? എടുത്ത്